പുതിയ പാലക്കാടിനായി 10 വികസന പദ്ധതികളുമായി LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ. ആരോഗ്യം, വിദ്യാഭ്യാസം, കായികം, കുടുംബശ്രീ എന്നിങ്ങനെ വിവിധ മേഖലകളിലായി സുസ്ഥിരമായ ഒരു വികസനമാണ് പാലക്കാടിന് പി സരിൻ വാഗ്ദാനം ചെയ്യുന്നത്. കേവലം ഒരു വാഗ്ദാനമല്ല ഞാൻ ജനത്തിന് നൽകുന്നത്, ഉറപ്പാണ്. എന്റെ വാഗ്ദാനങ്ങൾക്കും ഉറപ്പിനും ഭരണത്തിന്റെ പിന്തുണയുണ്ട്. പറഞ്ഞാൽ പറഞ്ഞ കാര്യം ചെയ്തിരിക്കും. മാറ്റാം നമുക്ക് ഈ പാലക്കാടിനെ. പുതിയ വികസന വഴിയിലേക്ക്, പുതിയ രഥത്തിന്റെ കുതിപ്പിലേറാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്ന് പി സരിൻ പറയുന്നു. ഏറെ നൂതനവും ഭാവന സമ്പൂർണവുമായ വികസന പദ്ധതികളാണ് ഡോക്ടർ പി സരിൻ വിഭാവന ചെയ്തിരിക്കുന്നത്. AI ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പാലക്കാടിന്റെ വികസന കുതിപ്പിന് ചിറക് നൽകാൻ കഴിയുന്ന വിധത്തിലാണ് 10 ഉറപ്പുകൾ പി സരിൻ പാലക്കാട്ടുകാർക്ക് നൽകുന്നത്. സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ, മെഡിക്കൽ കോളേജ്, സ്പോർട്സ് ഹബ്, കുടുംബശ്രീ, വിനോദസഞ്ചാരം, വിക്ടോറിയ, വയോജന സംരക്ഷണം, ഗതാഗത സൗകര്യം, ക്ലീൻ സിറ്റി, വർക്ക് നിയർ ഹോം എന്നിങ്ങനെ 10 വിഭാഗങ്ങളിലായാണ് പാലക്കാട് പദ്ധതികൾ നടപ്പാക്കുക. പാലക്കാട് വ്യവസായ പാർക്കിൽ ലഭ്യമാകുന്ന തൊഴിലവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ പാലക്കാട് IIT, പോളിടെക്നിക്, ITI, വ്യവസായ വകുപ്പ് എന്നിവയുമായി ചേർന്ന് സ്കിൽ ഡെവലപ്മെന്റ് ഹബ്ബുകൾ സ്ഥാപിക്കുമെന്ന് പി സരിന്റെ വാഗ്ദാനങ്ങളിലുണ്ട്. ഇതുവഴി പ്രതിവർഷം 1000 പേർക്ക് പരിശീലനവും തൊഴിലും നൽകുമെന്ന് പി സരിൻ പറയുന്നു. രാജ്യത്തെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജായി പാലക്കാട് മെഡിക്കൽ കോളേജിനെ മാറ്റാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും LDF സ്ഥാനാർത്ഥിയുടെ ഉറപ്പിലുണ്ട്. മെഡിക്കൽ കോളേജ് സ്റ്റേഡിയം, ഇൻഡോർ സ്റ്റേഡിയം, ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം എന്നിവയെ രാജ്യാന്തര തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരുമെന്നും കായിക താരങ്ങൾക്ക് മികച്ച പരിശീലനം ലഭിക്കുന്നതിനുള്ള സ്പോർട്സ് ഹബ്ബാക്കി പാലക്കാടിനെ മാറ്റുമെന്നും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഉറപ്പു നൽകുന്നു. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ രാജ്യത്തിനകത്തും പുറത്തും വിപണനം ചെയ്യാനുള്ള സംവിധാനങ്ങൾ സർക്കാർ സഹായത്തോടെ ഒരുക്കുമെന്നും ഡോക്ടർ പി സരിൻ ഉറപ്പു നൽകുന്നു. കേരളത്തിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളിൽ 10% പാലക്കാട്ടേക്ക് എത്തിക്കുമെന്നും പാലക്കാട് വിക്ടോറിയ കോളേജിൽ പുതുതലമുറ കോഴ്സുകൾ ആരംഭിക്കുമെന്നും ഡോക്ടർ പി സരിൻ ജനങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നു. ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോജനങ്ങളുടെ ആവശ്യങ്ങൾ വീട്ടിലെത്തി സാധിച്ചു കൊടുക്കുന്ന പദ്ധതി കുടുംബശ്രീയുടെ സഹകരണത്തോടെ നടപ്പാക്കും. മാനസികോല്ലാസത്തിനായി വയോജന കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരം. പാലക്കാട് നഗരത്തെയും ഗ്രാമങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗതാഗത സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തും. രാജ്യത്തിനാകെ മാതൃകയാകുന്ന വിധത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ മാലിന്യ സംസ്കരണ പദ്ധതി കൊണ്ടുവരും. അഭ്യസ്തവിദ്യരായ വീട്ടമ്മമാർക്ക് പ്രാദേശിക തലത്തിൽ വർക്ക് നിയർ ഹോം പദ്ധതി നടപ്പിലാക്കും. ഇതിനൊക്കെയൊപ്പം കൽപ്പാത്തി ഉൾപ്പെടെയുള്ള മേഖലകളിലെ സമഗ്ര വികസനത്തിനും പദ്ധതികളുണ്ട്. ഇങ്ങനെ ദീർഘവീക്ഷണത്തോടുകൂടിയ പദ്ധതികളാണ് സരിൻ വിഭാവന ചെയ്യുന്നതും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതും. വളരെയേറെ വികസന സാധ്യതകളുള്ള നഗരമാണ് പാലക്കാട്. വളരേണ്ട നഗരം ഇന്ന് ഏറെക്കുറെ പിന്നോക്കമാണ്. തകർന്ന റോഡുകൾ, പ്രേതാലയം പോലെ കിടക്കുന്ന ടൗൺ ഹാൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, ബസ് സ്റ്റാൻഡുകൾ ഇവയെല്ലാം കോൺഗ്രസ് MLAയുടെ പിടിപ്പുകേടിന്റെ തെളിവുകളാണെന്ന് CPM ചൂണ്ടിക്കാട്ടുന്നു. 13.5 വർഷം കൊണ്ട് പാലക്കാടിനെ പിന്നോട്ട് നടത്തിയവർ വേണോ അതോ ഇനി മുന്നോട്ട് വികസനം കൊണ്ടുവരുന്നവർ വേണോ എന്ന ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ വയ്ക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ ഇതിനുള്ള മറുപടി. ഒരു മണ്ഡലത്തെ ആകെ, അവിടെയുള്ള ജനങ്ങളെ മുഴുവനും പാതി വഴിയിലിട്ട് വഞ്ചിച്ചവർക്ക് ഇത്തവണ വോട്ടില്ലെന്ന് പാലക്കാടൻ ജനത തെളിയിക്കുമെന്നാണ് ഡോക്ടർ പി സരിൻ പറയുന്നത്.